കേടായ LED ബൾബ് റിപ്പയർ ചെയ്യുന്നതിന്റെ വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. അത് ചെയ്തപ്പോൾ പലരും ആവശ്യപ്പെട്ടിരുന്നു മിന്നി മിന്നി നിൽക്കുന്ന LED ബൾബ് എങ്ങനെ റിപ്പയർ ചെയ്യാമെന്നുള്ളത്. പൂർണ്ണമായും കേടാകാതെ LED ബൾബ് ഇതുപോലെ മിന്നിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് എങ്ങനെ റിപ്പയർ ചെയ്തെടുക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എൻ്റെ കയ്യിലുള്ള ഈ മിന്നിക്കൊണ്ടിരിക്കുന്ന LED ബൾബ് 30 വാട്ടിൻ്റെയാണ്. ഇത് ഗ്യാരണ്ടി ഉള്ളതിന് മാർക്കറ്റിൽ ഏകദേശം 600 രൂപ വരെയൊക്കെ വിലയുണ്ട്. അപ്പോൾ നിസ്സാരമായിട്ടുള്ള ഈ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഇത്രയും ക്യാഷ് ചെലവാക്കിയിട്ട് നമ്മൾ പുതിയതൊന്നും വാങ്ങേണ്ടതില്ല. ഇതുപോലെ തന്നെ ചെറിയ 9 വാട്ടിൻ്റെ ബൾബുകളും ഒക്കെ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓൺ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമ്മൾ ഇതിന്റെ വർക്ക് ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് നമുക്ക് ഇതിന്റെ ഗ്ലാസ് അഴിച്ചെടുക്കണം. അത് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തിക്കി കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഊരിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിന്റെ LED പാനൽ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഈ LED പാനലിന്റെ ഒക്കെ ഉള്ളിലായിട്ടാണ് ഇതിന്റെ ഡ്രൈവർ ബോർഡ് ഇരിക്കുന്നത്. അത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സോക്കറ്റാണ് നടുവിലായിട്ട് കാണുന്നത്. അതിൽ നിന്ന് 2 പിന്നുകളാണ് ഈ LED പാനലിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ഇതിനകത്തുള്ള ഡ്രൈവർ ബോർഡാണ്. അപ്പോൾ നമുക്ക് ഈ LED പാനലിൽ ഇരിക്കുന്ന ഭാഗവും കൂടി അഴിച്ചെടുക്കണം. അത് ഒരു അലുമിനിയം ഹീറ്റ് സിങ്കിലാണുള്ളത്. ഈ LED പാനലിൽ ഇരിക്കുന്ന ഹീറ്റ് സിങ്ക് ഹൗസിങ്ങിലുള്ള മറ്റൊരു ഹീറ്റ് സിങ്കിലേക്ക് പ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കൂടെ കുറച്ച് പശയും കമ്പനി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ളത് ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് തിക്കിയെടുക്കാൻ നല്ല പാടായിരിക്കും. നന്നായി പശ ഇട്ടത് കൊണ്ട് നമുക്കത് കിട്ടണമെങ്കിൽ ഒരുപാട് നമ്മൾ കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. അപ്പോൾ അത് സിമ്പിളായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് പോലെ നമ്മൾ ആണിയൊക്കെ പറിക്കാൻ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ചെറിയൊരു ചുറ്റിക എടുത്തിട്ട് ഇതിൻ്റെ സൈഡുകളിലൂടെ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ തട്ടിക്കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ആ 2 ഹീറ്റ് സിങ്കുകളുടെയും ഇടയിലുള്ള പശ, ഇപ്പോൾ ഈ LED ബൾബൊക്കെ ഒരുപാട് കാലം ഇങ്ങനെ വർക്ക് ചെയ്ത് നല്ല ചൂടായിട്ടൊക്കെ ആ പശയൊക്കെ നല്ല ഹാർഡായിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ മൃദുവായിട്ട് ഇങ്ങനെ ചുറ്റിക ഉപയോഗിച്ചിട്ട് തട്ടി കൊടുക്കുമ്പോൾ അതൊക്കെ ലൂസായി കിട്ടും. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം LED പാനലിൽ ഇരിക്കുന്ന ഹീറ്റ് സിങ്കും ഹൗസിങ്ങിലുള്ള ഹീറ്റ് സിങ്കും തമ്മിൽ പല സ്ഥലങ്ങളിലും ചെറുതായിട്ട് ഗ്യാപ്പുകൾ വന്നിട്ടുണ്ട്. അവിടെ ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് തിക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ LED പാനൽ അഴിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നേരം അതിൽ തന്നെ മെനക്കെട്ട് കൂടേണ്ടതായിട്ട് വരും. പഴയ ബൾബ് നമ്മൾ റിപ്പയർ ചെയ്യുമ്പോൾ അത് ഒരുപാട് കാലം വർക്ക് ചെയ്ത് ചൂടായതൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ചുറ്റികയും സ്ക്രൂ ഡ്രൈവറും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ കേസിൽ ചെറിയ പൊട്ടലുകളൊക്കെ വരും. അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ടതില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിന്റെ LED പാനൽ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തുള്ള ഡ്രൈവർ ബോർഡ് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. അതിൽ ഔട്ട്പുട്ടിന്റെ, അതായത് നമ്മുടെ LED പാനലിലേക്ക് പോകുന്ന സപ്ലൈയുടെ അവിടെയുള്ള ഫിൽറ്ററിങ്ങിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഉണ്ട്. അതിവിടെ ചീർത്തിരിക്കുന്നുണ്ട്. അതുപോലെ അതിന്റെ ലേബലൊക്കെ ഇതുപോലെ കട്ടായി പോയിട്ടുണ്ട്. ആ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത് ഈ ഡ്രൈവർ ബോർഡിൽ നിന്നും LED പാനലിലേക്ക് പോകുന്ന ഔട്ട്പുട്ട് DC വോൾട്ടേജിനെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ഡ്രൈവർ ബോർഡ് അഴിക്കേണ്ട കാര്യമില്ല. ഇതിൽ എല്ലാം പഞ്ചിങ് ആണ് ഇട്ടിട്ടുള്ളത്. ഇത് ഒരു ത്രെഡ് ടൈപ്പ് ബൾബാണ്. അതിൻ്റെ ഒരു അഡാപ്റ്ററാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്, നമ്മുടെ സാധാരണ ഹോൾഡറിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കപ്പാസിറ്റർ നമ്മൾ ആദ്യം മാറ്റി നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബോർഡ് അഴിച്ചെടുക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് സോൾഡറിങ് ആണ് വെക്കാനുള്ള സ്പേസ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ അഴിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സോൾഡർ ചെയ്തിട്ട് നമുക്ക് അഴിച്ചെടുക്കാം. ഇപ്പോൾ 2 ലെഗുകളും സോൾഡർ ചെയ്ത് നമ്മൾ ഈ കപ്പാസിറ്റർ പുറത്തേക്ക് ഊരിയെടുത്തിട്ടുണ്ട്. ഇത്തരം കപ്പാസിറ്ററുകളും ഇലക്ട്രോണിക് സ്പെയർ പാർട്സുകളും എല്ലാം മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്നുള്ളത് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. നേരത്തെ നമ്മൾ കപ്പാസിറ്റർ ഊരിയെടുത്ത ഭാഗമാണ് ഇവിടെ കാണുന്നത്. അവിടെ കപ്പാസിറ്ററിന്റെ നെഗറ്റീവും പോസിറ്റീവും എല്ലാം മാർക്കിംഗ് ഉണ്ട്. അവിടെ സീബ്ര ലൈനും പോലെ കാണിക്കുന്നതാണ് കപ്പാസിറ്ററിന്റെ നെഗറ്റീവ് വരുന്ന ഭാഗം. പിന്നെ ബോർഡിലും തന്നെ LED പോകുന്ന ഭാഗത്ത് നെഗറ്റീവും പോസിറ്റീവും എല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് നോക്കിയിട്ടും കപ്പാസിറ്ററിന്റെ പോളാരിറ്റി നോക്കിയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഇതിന്റെ ഔട്ട്പുട്ടിൽ ആദ്യം ഉപയോഗിച്ചിരുന്ന പഴയ കപ്പാസിറ്റർ എൻ്റെ കയ്യിലുണ്ട്. അതിൽ ലേബൽ ഇല്ലാത്തത് കൊണ്ട് അതിന്റെ പോളാരിറ്റി നമുക്ക് അറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ അതിന്റെ വാല്യൂ എത്രയാണെന്ന് അറിയാൻ പറ്റില്ല. എന്തായാലും ഇത്തരത്തിലുള്ള LED ബൾബുകളിൽ ഔട്ട്പുട്ടിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് 100 മൈക്രോ ഫാരഡിൻ്റെയോ അല്ലെങ്കിൽ 220 മൈക്രോ ഫാരഡിൻ്റെയോ 100 വോൾട്ടെങ്കിലും റേറ്റിംഗ് ഉള്ള ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകളാണ്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 100 മൈക്രോ ഫാരഡ് 100 വോൾട്ടിന്റെ കപ്പാസിറ്റർ ആണ്. അതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അത് ബോർഡിലുള്ള മാർക്കിങ്ങും നോക്കിയിട്ട് ഇതുപോലെ കണക്ട് ചെയ്തിട്ട് നമ്മൾ 2 ലെഗുകളും സോൾഡർ ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ കപ്പാസിറ്ററിന്റെ 2 ലെഗും ഞാൻ സോൾഡർ ചെയ്തിട്ടുണ്ട്.
ഇതുപോലെ മിന്നി നിൽക്കുന്ന പ്രശ്നത്തിന് 9 വാട്ടിന്റെയൊക്കെ ചെറിയ ബൾബുകളിലും ഇതുപോലെ കപ്പാസിറ്റർ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാവുക. പിന്നെ ഈ ഡ്രൈവർ ബോർഡിലുള്ള ചിപ്പിന്റെ പ്രശ്നം കൊണ്ടും ഇതേ പ്രശ്നം ഉണ്ടാകാറുണ്ട്. ഈ ബോർഡിൽ നമ്മൾ ഒറ്റനോട്ടത്തിൽ പ്രശ്നം കണ്ടതുപോലെ എല്ലാ ബോർഡിലും കാണണമെന്നില്ല. അപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് മറ്റുള്ള പാർട്സുകൾ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിലെ ചിപ്പൊക്കെ കംപ്ലൈന്റ് ആയതാണെങ്കിൽ അതൊന്നും മാറ്റാൻ കിട്ടില്ല. അപ്പോൾ നമുക്ക് പരിഹാരമായിട്ടുള്ളത് ഈ ഡ്രൈവർ ബോർഡും LED പാനലും എല്ലാം ഒരുമിച്ച് വരുന്ന DOB LED പാനലുകളാണ്. ഇതിൽ ഡ്രൈവർ ബോർഡും ഡ്രൈവർ സർക്യൂട്ടുകളും എല്ലാം ഈ LED പാനലിൽ തന്നെ ഉണ്ട്. ഇതിലേക്ക് നേരിട്ട് 230 വോൾട്ട് സപ്ലൈ നമുക്ക് കണക്ട് ചെയ്യാം. വേറെ ബോർഡുകളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വലിയ LED ബൾബൊക്കെ ആണെങ്കിൽ 30 വാട്ടിന്റെ 50 വാട്ടിന്റെ ഒക്കെ DOBകൾ വാങ്ങാൻ കിട്ടും. ഇനി നിങ്ങളുടെ ബൾബിന് പാകമായ വലുപ്പത്തിൽ വാങ്ങാൻ കിട്ടുന്നില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് പോലെ 9 വാട്ടിന്റെ ഒക്കെ ഡ്രൈവർ ബോർഡ് അടക്കമുള്ള DOB പാനലുകൾ വാങ്ങിയിട്ട് നമുക്ക് അതിൽ കണക്ട് ചെയ്ത് പാരലലായിട്ട് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ L എന്നും N എന്നും എഴുതിയിട്ട് 2 കണക്ഷൻ പോയിന്റുകൾ ഉണ്ട്. അതിലേക്ക് നേരിട്ട് തന്നെ നമുക്ക് 230 വോൾട്ട് സപ്ലൈ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിക്കാം. ഇതുപയോഗിച്ച് LED ബൾബ് ശരിയാക്കുന്നതിന്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ലിങ്ക് താഴെ ഇട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള DOB പാനലുകൾ 9 വാട്ട്, 12 വാട്ട്, 15, 18, 20, 50, 100, 200 അങ്ങനെ പല വാട്ട്സിലും പല വലുപ്പത്തിലും പല ഷേപ്പിലും ഒക്കെ ഉള്ളത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ ഇതിന്റെ പല കളറുകളും കിട്ടും. നമുക്ക് സാധാരണ LED ബൾബ് കേടായാൽ കളർ ബൾബ് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നമ്മുടെ കപ്പാസിറ്റർ മാറ്റിയ ബൾബിന്റെ LED പാനൽ നമുക്ക് ഫിറ്റ് ചെയ്യാം. അത് ആ സോക്കറ്റിലേക്ക് കൃത്യമായിട്ട് വരുന്ന രീതിയിലാണ് അതിന്റെ PCB കട്ടിംഗ് ഉള്ളത്. അത് കൃത്യമായി തന്നെ അതിൽ പോസിറ്റീവും നെഗറ്റീവും മാറാതെ തന്നെ കണക്ട് ആയിക്കൊള്ളും. അപ്പോൾ നമ്മൾ അതിൽ കമ്പനി ഇട്ട് വെച്ചിട്ടുള്ള കട്ടിംഗ് പ്രകാരം തന്നെ ആ PCB അതിലേക്ക് ഇറക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ LED പാനൽ ആ ഡ്രൈവർ ബോർഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ വയറും ഹോൾഡറും എല്ലാം എടുത്തിട്ടുണ്ട്. ബൾബ് ഹോൾഡറിലേക്ക് കണക്ട് ചെയ്ത് ഇനി ഞാൻ ഇതിലേക്ക് സപ്ലൈ കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ബൾബിന്റെ മിന്നലെല്ലാം മാറിയിട്ട് സാധാരണ പോലെ വളരെ നന്നായിട്ട് തന്നെ പ്രകാശിച്ച് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഗ്ലാസ് കൂടി പ്രസ് ചെയ്ത് വെച്ചിട്ട് സാധാരണ LED ബൾബ് പോലെ തന്നെ ഇതിനെ ഉപയോഗിക്കാൻ പറ്റും. വെറുതെ നമ്മൾ ഒരുപാട് പൈസ ഇങ്ങനെ ഇത്തരത്തിലുള്ള നിസ്സാര പ്രശ്നത്തിന് വേണ്ടിയിട്ട് കളയേണ്ടതില്ല. ഇതുപോലെ എല്ലാ LED ബൾബുകളും നിങ്ങൾക്ക് തന്നെ റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഇത്തരം റിപ്പയറിംഗ് വർക്കുകൾക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോണിക് സ്പെയർ പാർട്സുകളും ഇത്തരം LED ബൾബുകളുടെ DOB പാനലുകളും വാട്ട്സ് കൂടിയ സ്ക്വയർ ടൈപ്പിലുള്ള പാനലുകളും കളർ പാനലുകളും എല്ലാം നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുന്നതിനും ഇത്തരം പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങുന്നതിനും ഒക്കെയുള്ള ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്